ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള റിവ്യൂ ആയിട്ടുള്ള കുറേ കാർഡുകളുടെ എല്ലാം ഉണ്ട് മച്ചാമാരെ. അപ്പം സെലക്ഷൻ കോൺട്രാക്റ്റിന് ഉണ്ട്, നമ്മുടെ പുതിയ മാനേജർ വന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമ്മുടെ മെയിൻ്റനൻസ് ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ മച്ചാമാരെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓൾറെഡി നമ്മുടെ 100 കോയിൻ ഉണ്ട്. അതായത് ഗൈസ് ഇതൊരു പ്രോബബിലിറ്റിയാണ്. അതായത് നമ്മൾ എന്താ പറയുക ഇതിനൊരു സന്തോഷവാർത്തയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പുതിയ അക്കൗണ്ട് തുടങ്ങി, അതായത് പുതിയ അക്കൗണ്ട് തുടങ്ങിയ കുറച്ച് പേർക്കാണ് ഇപ്പം ഈ ഒരു എപ്പിക്ക് അടിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരു സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ട് ചെയ്ത് നോക്കി, പയ്യൻസിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ചെയ്ത് നോക്കി, നമുക്ക് 100 കോയിൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗൈസ് 100 കോയിൻ അല്ലെങ്കിൽ 200 കോയിൻ മാത്രം ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ട്രിക്കാണ്. കാരണം അത്യാവശ്യം കോയിനൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്ക് തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല ഗൈസ്, നമ്മുടെ റുഡ്രിഗർ ആയാലും മാക്കലിസ്റ്റർ ആയാലും വന്നിരിക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ അറൗജോയിൻ്റെ ഒക്കെ നൈസ് കാർഡാണ്. കാരണം നിങ്ങൾക്കറിയാം ഒന്നാമത് ഷോർട്ട് ടൈമാണ്. നമുക്ക് എന്തായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ വാൻഡേജിക്കൊക്കെ വന്നവരെ കളിപ്പിക്കാൻ പറ്റിയ നല്ല കിടിലൻ കാർഡാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് വെക്കുക. നമ്മളിവിടെ നമ്മുടെ ഒരു പയ്യൻസിന് കിട്ടിയ ഒരു ട്രിക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതായത് ഗൈസ് ഇതൊരു പ്രോബബിലിറ്റിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് ആദ്യം ജസ്റ്റ് എന്താ പറയുക നിങ്ങളുടെ ഗെയിം പ്ലാൻ ഉണ്ടല്ലോ, ജസ്റ്റ് നോർമൽ സ്ക്വാഡ് ആക്കി ഇട്ടിട്ട് മാത്രം ചെയ്യുക. കാരണം ഓൾറെഡി നോർമൽ സ്ക്വാഡ് ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ കിട്ടുക. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, കൊനാമിൻ്റെ അടുത്തൊരു തന്ത്രമാണെന്ന് തോന്നിയത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ട്രിക്ക് ചെയ്ത് നോക്കാം. ഗൈസ് ഇത് പ്രോബബിലിറ്റി കിട്ടാനുള്ള ഒരു സമയത്തിൻ്റെ ഇതാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പയ്യൻസിന് കിട്ടിയത് നമ്മുടെ അറൗജേനെയാണ്, 367 കോയിനുള്ളൂ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് കറക്റ്റാണ്, നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക മച്ചമാരെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെന്താ പറയുക നമ്മുടെ ഗിവ് അവേ ഉണ്ട്. ഗിവ് അവേ ഞാൻ ലാസ്റ്റ് ഉറപ്പായിട്ടും ഒന്നുകൂടെ പറഞ്ഞായിരിക്കും ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഗിവ് അവേ എന്താ വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ആരെങ്കിലും ലൈക്ക് അടിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് 1K ലൈക്കും അതുപോലെ തന്നെ നിങ്ങൾ 1K ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ തന്നെ നമ്മൾ ഓട്ടോ പിക്കർ എന്ന് പറഞ്ഞൊരു ഗിവ് അവേ ആപ്പിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തെടുത്തിട്ട് 3 പേർക്ക്, അതായത് 2 ആൾക്ക് 89 റെഡീം കോഡ്, അതുപോലെ തന്നെ ഒരാൾക്ക് നമ്മുടെ റൂമി അഭയാട്ടിയൊക്കെയുള്ള ഒരു അക്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 1K ലൈക്കാണ്, 1000 ലൈക്ക് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്കും വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സെറ്റാക്കുക. കാരണം ആപ്പിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ നമ്മുടെ ചാനലുമായിട്ട് എൻഗേജ് ചെയ്ത് അവരെ ആയിരിക്കും ആപ്പ് എടുത്ത് കാണിക്കുക. അപ്പോൾ പറയാൻ പറ്റില്ല, എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ്. കാരണം നമുക്ക് അത്യാവശ്യം നല്ല പാക്കിംഗ് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ അച്ഛന്മാരെ, അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് തന്നെ ഞാൻ എന്താ പറയുക പാക്ക് എടുത്തു. അതിനുശേഷം നമ്മളെന്താ പറയുക മെല്ലെ, അതായത് സ്റ്റാൻഡേർഡ് പ്ലെയർ എന്നാണ് ഞാൻ തുടങ്ങുന്നത്. 150 പ്ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മെല്ലെ അടി വരെ പോകുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ നമ്മുടെ അറൗജേനെ എടുക്കുന്നു. ജസ്റ്റ് സ്റ്റാറ്റസും കാര്യങ്ങളും സാധാ പോലെ നോക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ഗൈസ് ആരെ എടുത്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ സെലക്ഷൻ കോൺട്രാക്റ്റിൽ. അതുപോലെ തന്നെ എങ്ങനെ എടുത്ത് കമൻറ്റ് ചെയ്യാം മച്ചമാരെ. കാരണം കൊനാമി ചതിച്ചോ എന്നൊരു ഡൗട്ടും ഉണ്ട്. കാരണം ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ബാസ്റ്റണിന് ഞാനും എടുത്തിട്ടുണ്ട്. കാരണം 101 ആവണേ ഗൈസ് നമുക്ക് സിംഗിൾ ബൂസ്റ്റർ പോലത്തെ ഡബിൾ ബൂസ്റ്റർ സാധനം കൊടുക്കണം മാത്രം, എന്നാലും 101 ആവുള്ളൂ. വേറെ റേറ്റോടൊന്നും ആവൂല മാനേജർ. പിന്നെ നമുക്ക് മാനേജർ റിവ്യൂ ഉണ്ട് ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ ഒരു പയ്യൻസ് എടുത്തിട്ട് അവൻ പറഞ്ഞൊരു കാര്യങ്ങളാണ്, അതിന് കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം ഗൈസ്. അതിനുശേഷം നമ്മൾ റുഡ്രിഗറിനെ എടുത്തു. നിങ്ങൾക്കറിയാം മാക്കലിസ്റ്റർ റുഡ്രിഗർ ഈ ഒരു കോമ്പോ നൈസായിരിക്കും. കാരണം ഓൾറെഡി വന്നിരിക്കുന്ന കാർഡ് ഇടലുന്ന ഒരു കാർഡാണ് ഗൈസ്. അപ്പോൾ 1K ലൈക്കാണ് ഈ വീഡിയോയുടെ ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ മാക്കലിസ്റ്ററിനെ എടുത്ത് ഇതേപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഞാൻ അടുത്ത അറൗജേനെ എടുക്കുന്നു, അറൗജേനെ വീഡിയോ എടുക്കുന്നു, അതിനുശേഷം അറൗജേനെ വീഡിയോ എടുക്കുന്നു ഗൈസ്. ഇതെന്താ വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നമ്മുടെ നിങ്ങൾ എന്താ പറയുക ലൈവിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കുറേ പയ്യന്മാർക്ക് 100-200 കോയിനിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കിട്ടിയ 100 കോയിനിൽ ഇത്രയും നല്ല കിടക്കാച്ചി പ്ലെയറിനെ കിട്ടുന്നതാണ്. വേറെ കോയിനോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അതിനുശേഷം ഞാനിതാ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യാം. അലക്സാണ്ടർ നുബൻ എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ എടുക്കുന്നു, റൂബൻ നേവസിനെ എടുക്കുന്നു. ഉറപ്പായിട്ട് മച്ചാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 100 കോയിനിൽ തന്നെ നമ്മുടെ കുറേയധികം സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുള്ള ട്രിക്കാണ് ഗൈസ്. അപ്പം ഞാനതാ ഫസ്റ്റ് ക്യാൻസൽ, സെക്കൻഡ് ക്യാൻസൽ, തേർഡ് ക്യാൻസൽ, ഫോർത്ത് ക്യാൻസൽ, 5th ട്രയൽ ഞാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ മച്ചാൻ്റെ അക്കൗണ്ടിലാണ് എടുത്തത്. എൻ്റെ അക്കൗണ്ടിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ആക്കിയത് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ഗൈസ്. അപ്പം എന്തായാലും പയ്യൻസിന് അടിച്ചിട്ടുണ്ട്, നമ്മുടെ അറൗജോനെ അടിച്ച് പയ്യൻസ് പറഞ്ഞ ഓൾറെഡി എന്താ വെച്ച് കഴിഞ്ഞാൽ റുഡ്രിഗറിനെ കിട്ടിയ ബെറ്റർ ആയിരുന്നു. പക്ഷേ എന്തായാലും പയ്യന് കിട്ടി 100 കോയിന്. പോരാത്തതിന് 300 കോയിനല്ലേ പയ്യൻ്റെ അടുത്തുള്ള, അത്രയധികം കോയിനൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ 100-200 മാത്രം ട്രൈ ചെയ്യുക. 100 ഇട്ടിട്ട് കിട്ടാത്ത കാര്യമുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ആ അതേ ട്രിക്ക് തന്നെ വേറൊരു സമയം
A young man catches fire. This is Phoenix. You've been knocked down and got up again. In the corner, you're അപ്പൊ എന്തായാലും guys, ഞാൻ ജസ്റ്റ് കിട്ടിയപ്പോൾ റിവ്യൂ ഇവിടെ ചെയ്തു എന്നുള്ളത് നമ്മുടെ പാഷനിന്റെ മാഗ്രി ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല കർവ് അത്യാവശ്യം ഉണ്ട്. അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എടുത്തിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ ഡേവിഡ് ബെക്കാമിനെക്കാട്ട് അത്യാവശ്യം ഫോമിൽ കളിക്കുന്നുണ്ട് മാഗ്രി എന്നാണ് കേട്ടെ ഗൈസ്. പിന്നെ ഒരു കാര്യം, ഞാനിത് സബ്സ്ക്രൈബർ കണ്ട് അവൻ പറഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ കിട്ടിയതാണ് ഗൈസ്. ടോറസിന്റെ ബാക്ക് കൊനാമി നീട്ടി 132 ഡേയ്സ് ഇനിയും കിടക്കുന്നുണ്ട്. അപ്പം ഗൈസ് ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഓൾറെഡി നമ്മുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ വരുന്ന ഏപ്രിൽ 17-ാം തീയതി ആണോ ഇനി അപ്ഡേറ്റ് എന്നൊരു ഡൗട്ട് ഉണ്ട്, ഏപ്രിൽ 3-ാം തീയതി ആണോ എന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് 500 പോയിന്റ് പാക്കുകൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. അത് ഇനി വരാൻ ചാൻസ് കുറവാണ് ഗൈസ്, കാരണം ഓൾറെഡി ഇവരിപ്പോൾ നീട്ടിയത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ കൊനാമി നമ്മളെ ചതിച്ചു. അപ്പോൾ ആ ഒരു പ്രശ്നം പണിയായി, കാരണം ഓൾറെഡി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം മിക്കവാറും 1500 പോയിന്റ് നമ്മുടെ സുവാരസ് ആയിരിക്കും കൂടുതൽ ചാൻസ്. കാരണം വേറെ ഒന്നുമല്ല, MSN അവർ ഫുള്ള് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പം സുവാരസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, സുവാരസിനെയൊക്കെ എടുത്തവരുണ്ട് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. ഞാൻ സുവാരസിനെ എടുത്തിട്ടുണ്ട് 200 പോയിന്റിൽ. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ സുവാരസ് വന്നു കഴിഞ്ഞാൽ പെട്ടു. അതുപോലെ യമാല് വന്നു കഴിഞ്ഞാൽ എനിക്ക് ബെറ്റർ ആയിരിക്കും, കാരണം ഞാൻ എടുത്തു, എനിക്ക് യമാൽ ഇല്ല. പക്ഷെ യമാല് കിട്ടിയവരും പെട്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക ഗൈസ്. പിന്നെ മൺഡേ പാക്ക് ആണ് നമ്മുടെ നാഷണൽ അറ്റാക്കേഴ്സ്, സ്നൈഡർ, കോളർ, ബെബറ്റോ എന്ന് പറഞ്ഞ 3 പ്ലെയർ ഉണ്ട്. അപ്പം എന്തായാലും ഗൈസ് നിങ്ങൾ നമ്മുടെ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 2 പേർക്ക് 260 കോയിൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾക്ക് നമ്മുടെ അക്കൗണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 1K ലൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും അതിൽ എന്തായാലും നിങ്ങൾ വിജയിക്കട്ടെ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ അച്ഛന്മാരെ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഇന്ന് വന്നൊരു പാക്കാണ് GP ഗാസ്പറിന്റെ പാക്ക് ഉണ്ട്. 83 ദിവസം ഇനിയും ബാക്കിയുണ്ട്. ഈ ഒരു പാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛന്മാരെ, ഇത് നമ്മുടെ ഒരാൾ എടുത്തിട്ട് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് 2 പൊസിഷനിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ്. അതായത് ലോങ് ബോൾ കൗണ്ടറിനും അതുപോലെ ക്വിക്ക് കൗണ്ടറിനും കളിക്കാൻ പറ്റുന്നത്. ലോങ് ബോൾ കൗണ്ടറാണ് GP അത്യാവശ്യം നന്നായി കളിക്കുന്നുള്ളൂ എന്ന് കേട്ടെ. ക്വിക്ക് കൗണ്ടർ അത്ര ബെറ്റർ അല്ല എന്ന് കേട്ടെ. അപ്പോൾ നിങ്ങൾ അധികം 500 പോയിന്റ് ഇട്ട് വെറുതെ കളയണ്ട. ഇതിന്റെ റിവ്യൂ കാര്യങ്ങൾ ഇനി കൂട്ടി ഉറപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ യമാലി കാർഡ് പോർട്ട്വേയിൽ കിട്ടിയവരൊക്കെ UCL കിട്ടിയവരുണ്ട് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം. എനിക്ക് നമ്മുടെ വേറൊരു പ്ലെയറിനെ കിട്ടിയ നമ്മൾ ലൈവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഉറപ്പായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും നോമിനേറ്റിംഗ് കോൺട്രാക്റ്റോ കോയിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ട് കമന്റ് നോക്കിയിട്ട് നമ്മൾ റിപ്ലൈ അടിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.